ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാലിയുടെ അകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഗുഡ്സ് നമ്മൾ ടാലിയുടെ അകത്ത് GST-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് എങ്ങനെ നമുക്ക് പർച്ചേസ് വോച്ചിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് വോച്ചിൻ്റെ അകത്ത് എങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സർവീസ് എങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പർച്ചേസ് വോച്ചിൻ്റെ അകത്ത് എങ്ങനെ പോസ്റ്റ് ചെയ്യാം. ഒരു ഫിക്സഡ് അസറ്റ് എങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് വോച്ചിൻ്റെ അകത്ത് എങ്ങനെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സർവീസ് എങ്ങനെ വിൽക്കാം. അതുപോലെ തന്നെ എന്താണ് ഗുഡ്സ് എങ്ങനെ വിൽക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഗുഡ്സിന്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് എമൗണ്ടും GST എമൗണ്ടും അയാളുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഗുഡ്സിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? ആ ഗുഡ്സ് തിരിച്ച് പാർട്ടിക്ക് കൊടുക്കും. അപ്പോൾ പർച്ചേസ് റിട്ടേൺ, GST-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പർച്ചേസ് റിട്ടേൺ എങ്ങനെ നമുക്ക് നമ്മുടെ ടാലി വൗച്ചറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചർ ഏത്, ഈ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സാലു എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തായിരുന്നു. ഓക്കെ, ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എന്താണ്, ടാക്സും കൊടുത്തായിരുന്നു. മീനു എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തായിരുന്നു. ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്താണ്, ആ ഗുഡ്സിന്റെ വിലയും അതുപോലെ തന്നെ എന്താണ് ഗുഡ്സിന്റെ ടാക്സ് എമൗണ്ടും ആ പാർട്ടിയുടെ കയ്യിൽ കൊടുത്തായിരുന്നു. സോ എന്തോ കുറച്ച് ഗുഡ്സിന് എന്ത് സംഭവിച്ചു, ഡാമേജ് സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാമേജ് സംഭവിച്ച ഗുഡ്സ് തിരിച്ച് ആ പാർട്ടിക്ക് കൊടുക്കുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ടാലി വൗച്ചറിന്റെ അകത്ത് പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു വൗച്ചറിന്റെ ഉള്ളിലാണ്. പർച്ചേസ് റിട്ടേൺ, അതായത് നമ്മൾ വാങ്ങി വെച്ചിട്ട് സപ്ലയറിൽ നിന്ന് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു, നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നത് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ടാലിയുടെ അകത്ത് ഡെബിറ്റ് നോട്ട് വൗച്ചറിന്റെ ഉള്ളിലായിരിക്കും. ഇപ്പൊ നമ്മുടെ ടാലിയുടെ അകത്ത് ഡേ ബുക്ക് എടുത്ത് നോക്കുക, അതിൻ്റെ ഉള്ളിൽ ഏത് വൗച്ചറിലാണ് പർച്ചേസ് ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത്. സാധനമല്ല, ടാക്സ് പിടിച്ചേക്കുന്ന ഒരു പർച്ചേസ് നോക്കാം. കോമ്പോസിഷൻ ഡീലർ ആണ്. ഓക്കെ, ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ഏറ്റവും പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഗുഡ്സ് നീതു എന്ന് പേരുള്ള ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക. അത് നമുക്ക് ടാലിയുടെ അകത്ത് പർച്ചേസ് വാച്ചിൻ്റെ അകത്തൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം ആ ഗുഡ്സ് നീതു എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന്, നീതു എന്ന് പറയുന്ന GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് 15 പീസ് റെഡ്മി നോട്ട് മൊബൈൽ ഫോൺ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ 15 പീസാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് 5 പീസ് തിരിച്ചു പോകുന്നത് എങ്ങനെ എന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള എഫക്റ്റ് നമുക്കൊന്ന് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമേ എന്ത് ചെയ്യണം, അത് പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് വൗച്ചറിൻ്റെ അകത്ത് കാണിക്കണം. ഞാൻ അക്കൗണ്ട് വൗച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നു. അതിൻ്റെ അകത്ത് സദാ ഐറ്റം റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ എടുക്കുന്നു. ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നു INV/02/2020-21. ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നതും ബിൽ ഡേറ്റ് എന്ന് പറയുന്നതും നമ്മൾ കൊടുക്കേണ്ട സ്ഥലമാണിത്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു 1/5/2020. അതിനുശേഷം Alt F2 പ്രസ് ചെയ്തുകൊണ്ട് 1/5/2021 ഫിനാൻഷ്യൽ കറക്റ്റ് ആണെന്ന് നോക്കുന്നു. 1/4/2020 to 31/3/2021. F2 പ്രസ് ചെയ്ത് എന്താണ്, നമ്മൾ വൗച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുന്നു. തൽക്കാലം എന്താണ്, സെയിം ഡേറ്റിൽ തന്നെയാണ് നമ്മൾ എന്താ വൗച്ചറിലും പോസ്റ്റ് ചെയ്യുന്നത്. ഇനി പാർട്ടി നീതു എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ തന്നെ ഒരു പാർട്ടി എന്ന് കരുതുക. നീതു സൺഡ്രി ക്രെഡിറ്റർ, മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എസ് ആക്കി, കേരളത്തിൽ തന്നെ പാർട്ടിയാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയുടെ GST നമ്പർ ടെമ്പററി ആയിട്ട്, ഞാൻ എൻ്റെ പാൻ കാർഡ് ടെമ്പററി ആയിട്ട് കൈന്നിട്ട് കൊടുക്കുകയാണ്. ദെൻ അയാൾ GST റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ്. സെറ്റ് ആർട്ടർ GST ഡീറ്റെയിൽസ് എന്താക്കുക, യെസ് ആക്കുക. ദെൻ പർച്ചേസ് ലെഡ്ജർ സ്വന്തം സ്റ്റേറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പർച്ചേസ് ടാക്സിബിൾ നിന്നാണ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വരുന്നത്.
ദെൻ റെഡ്മി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ എടപ്പള്ളി ഗോഡൗണിലാണ്. നിലവിൽ 110 സ്റ്റോക്ക് ഉണ്ട്. ഒരു 50 പീസ് പർച്ചേസ് എന്നിരിക്കട്ടെ. പെർ പീസിന്റെ വില 18,000 രൂപ വെച്ചുകൊണ്ട്. ഇതിന് എന്തൊക്കെ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും? ദേ ഔട്ട്പുട്ട്, ഇൻപുട്ട്, CGST ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസം ജസ്റ്റ് എസ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എസ്. ദെൻ GST details yes. ഇൻപുട്ട് CGST എന്തോ ഇഷ്യൂ ഉണ്ട്. തൽക്കാലം നമുക്ക് മാനുവലി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻറ്റു 881,000 രൂപ ഇൻപുട്ട് CGST ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്താണ് ഇൻപുട്ട് SGST നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻപുട്ട് SGST എത്രയാണ്? 81,000. ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. എന്തോ എറർ സംഭവിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നീതു എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് എത്രയാണ് റെഡ്മി നോട്ട് 50 പീസ് വാങ്ങിയിട്ടുണ്ട്. 18,000 രൂപ വെച്ചാണ്. മൊത്തം 9 ലക്ഷം രൂപയാണ് എന്താ നീതു എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മുടെ സപ്ലയർക്ക്, നമ്മളെ നീതു എന്ന് പറയുന്ന സപ്ലയർക്ക് നമ്മൾ കൊടുക്കാനുള്ളത്. ദെൻ ഇയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന 50 പീസിൽ ഒരു 10 പീസ് തിരിച്ചു പോകുന്ന കരുതട്ടെ. അപ്പോൾ അതിനുള്ള ആ പ്രൊഡക്റ്റിന്റെ വിലയും അതുപോലെ തന്നെ എന്താണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിയിരിക്കുന്ന ടാക്സ് എമൗണ്ട് സഹിതം അയാൾ നമുക്ക് തിരിച്ചു തരണം. അതായത് നമ്മൾ നീതു എന്ന് പറയുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് റെഡ്മി നോട്ട് മൊബൈൽ ഫോൺ വാങ്ങി അതിന് പെർ പീസിന് 18,000 രൂപ വെച്ചുകൊണ്ട് 9 ലക്ഷം രൂപയായി. ടാക്സ് ആയിട്ട് അയാൾ 81,000 രൂപ ഇൻപുട്ട് CGST ആയിട്ടും ഇൻപുട്ട് SGST ആയിട്ടും കളക്ട് ചെയ്ത് മൊത്തം 1,92,000 രൂപ ടാക്സ് ആയിട്ട് അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് 10 പീസ് മൊബൈൽ ഫോൺ ഡാമേജ് സംഭവിച്ചു. സോ നമ്മളത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ് 1,80,000 രൂപയുടെ പ്രൊഡക്റ്റ് അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുത്തു. ബാക്കി റിമൈനിങ് ബാലൻസ് അയാൾ എന്താണ് നമുക്ക് തിരിച്ചു തരണം. ആ 1,80,000 പ്രൊഡക്റ്റിന്റെ വിലയും അതിൻ്റെ ഒപ്പം തന്നെ ആ 1,80,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റിന്റെ ടാക്സ് എമൗണ്ട് സഹിതമാണ് ഇയാൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കുന്നത് അല്ലേ. ആ ടാക്സ് എമൗണ്ട് നമുക്ക് തിരിച്ചു തരണം. അപ്പോൾ പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിൽ ഇയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് നരേഷിന് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക 10,62,000 രൂപയാണ് പുള്ളിക്ക് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലേ. 10,62,000 രൂപ കൊടുക്കാണ്ട് ടാക്സ് സഹിതം നമ്മൾ. ഇനി ഇയാൾക്ക് കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഈ പ്രോഡക്റ്റിന് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? അയാൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടായത്? പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു. 50 പീസാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 10 പീസ് ഡാമേജ് സംഭവിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. അത് ഏത് വൗച്ചറിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഡെബിറ്റ് നോട്ട് വൗച്ചറിലുള്ള പോസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ സംഭവിച്ചത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെബിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്ന ഒരു വൗച്ചർ ടാലിയുടെ അകത്ത് എനേബിൾ ചെയ്യണം. അതെങ്ങനെ എനേബിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എനേബിൾ ചെയ്യാം. F11 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ അകത്ത് F2 അഥവാ അക്കൗണ്ടിങ് ഫീച്ചറിന്റെ അകത്ത് ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്ത് പോകുക. കാരണം സ്റ്റോക്ക് ഐറ്റം ആണല്ലോ തിരിച്ചു പോകുന്നത്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ അകത്ത് യൂസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടുള്ളത് എന്താക്കുക? യെസ് ആക്കുക. പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മൂഡ് അതെന്താക്കുക? യെസ് ആക്കുക. ദെൻ Ctrl+A ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യുക. ദെൻ നമ്മുടെ ടാലിയുടെ വെർട്ടിക്കൽ ബാറിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് നമ്മുടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ എനേബിൾ ആയി കിടക്കുന്നത് കാണാൻ പറ്റും. അതിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+F9 ആണ്. ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് നോട്ട് വൗച്ചർ എനേബിൾ ആയി. ദെൻ ഫസ്റ്റ് ചോദിച്ചേക്കുന്ന കാര്യം എന്താണ്? ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ. നമ്മൾ ഏത് ബിൽ പ്രകാരമാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് ആ ബിൽ നമ്പർ ടെമ്പററി ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഏത് ബിൽ ഡേറ്റിലാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് സെയിം തന്നെയാണ്. ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്ന ഡേറ്റ് ആണ് ഇനി കൊടുക്കേണ്ടത്. അതായത് വൗച്ചറിൽ നമ്മൾ എന്നാണോ പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കണം. അതിന് ഫിനാൻഷ്യൽ കറക്റ്റ് ആണോ എന്ന് Alt F2 പ്രസ് ചെയ്ത് നോക്കുക. F2 പ്രസ് ചെയ്ത് എന്താണ് ഡേറ്റും കൊടുക്കുക. വൗച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ്, അതായത് നമ്മുടെ പർച്ചേസ് റിട്ടേൺ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുക. ദെൻ ഏത് പാർട്ടിക്കാണ് തിരിച്ചു കൊടുക്കുന്നത്? നീതു എന്ന് പറയുന്ന പാർട്ടിക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. ദെൻ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്? പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ നിലവിലുള്ള പർച്ചേസ് ബാലൻസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറഞ്ഞതായിട്ട് കാണിക്കുകയുള്ളൂ. Alt+C ഉപയോഗിച്ചുകൊണ്ട്
പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക ഡെബിറ്റ് നോട്ട് വൗച്ചറിന്റെ അകത്ത്. ദെൻ പർച്ചേസ് റിട്ടേണിന്റെ അണ്ടറും എന്ത് തന്നെയാണ്? പർച്ചേസ് തന്നെയാണ്. കാരണം പർച്ചേസ് അക്കൗണ്ടിലാണ് അത് എന്ത് ചെയ്യേണ്ടത്? റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഇതിന്റെ അകത്ത് GST എന്നുള്ള ആപ്ലിക്കേബിൾ ആക്കുക, സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് നോ ആക്കുക. കാരണം ഓരോ ഗുഡ്സിനും ഇൻഡിവിജ്വലി ആണ് നമ്മൾ ടാക്സ് റേറ്റ് കൊടുക്കുന്നത്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ് തിരിച്ചു പോകുന്നത്, സോ അത് എസ് ആക്കുക. ഇനി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, നമ്മൾ സാധനം വാങ്ങിയിരിക്കുന്ന സ്വന്തം സ്റ്റേറ്റിലെ ആളായതുകൊണ്ട് എന്താണ്? പർച്ചേസ് ടാക്സിൽ തന്നെയാണ്. ദെൻ ഏത് പ്രൊഡക്റ്റാണ് തിരിച്ചു പോകുന്നത്? അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന റെഡ്മി നോട്ട് എത്ര പീസാണ്? നമ്മൾ നീതു എന്ന് പറഞ്ഞ പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി 50 പീസാണ് വാങ്ങിയിരിക്കുന്നത്. സോ ഗോഡൗൺ എടപ്പള്ളി ഗോഡൗണിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. 50 പീസിൽ എത്ര പീസ് തിരിച്ചു പോകുന്നത്? ഒരു 10 പീസ് തിരിച്ചു പോകുന്നുണ്ട്. 18,000 രൂപ വെച്ചുകൊണ്ട് 1,80,000 രൂപയുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അതുകൂടാതെ ഇത് പ്രൊഡക്റ്റിന്റെ വില മാത്രമല്ലേ ആകുന്നുള്ളൂ. ഇതിനെന്തുണ്ടല്ലോ, ഇതിന് നമുക്ക് CGSTയും SGSTയും കൊടുക്കണം വേണ്ടേ? കാരണം ഇയാൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റിന്റെ വിലയായി 1,80,000 ഇയാൾ തിരിച്ചു വരുന്നു. അതിനൊപ്പം തന്നെ എന്തും തിരിച്ചു തരണം? ഇയാൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് തിരിച്ചു തരണം. അതിന് നമ്മൾ ഏതൊക്കെ ടാക്സിലാണ് കുറവ് സംഭവിക്കണ്ടേ? നമ്മുടെ ഇൻപുട്ട് CGST 1,80,000 ഇൻറ്റു 9/100 ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ജസ്റ്റ് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട് നോക്കാതെ, ഇത്തിരി ട്രാൻസാക്ഷൻ ആയില്ല, അതുകൊണ്ടാണ്. ആൾട്ട് CB ഏജന്റ് കൊടുക്കുക. പിന്നെന്താണ് അടുത്ത ലെഡ്ജർ ഏതാണ്? ഇൻപുട്ട് SGST. അത് എത്ര തന്നെയാണ്? 16,200. ടോട്ടൽ 1,80,000 രൂപയും അതുകൂടാതെ തന്നെ അതിന്റെ ടാക്സ് എമൗണ്ട് സഹിതം എത്രയാണ്? നമുക്ക് 37,400 രൂപയുടെ 33,400 രൂപയുടെ ടാക്സ് എമൗണ്ട് സഹിതം 2,12,400 രൂപ അയാൾ തിരിച്ചു തരണം നമ്മൾ ഈ പർച്ചേസ് റിട്ടേൺ ഇത്രയും പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ. ഓക്കെ, പ്രോഡക്റ്റിന്റെ വരെയും ടാക്സ് എമൗണ്ട് സഹിതം. ഇത് നമ്മുടെ എവിടെയൊക്കെ അഫക്ട് ചെയ്യുന്ന നോക്കുക. അതിന് മുമ്പ് പ്രൊവൈഡ് GST ഡീറ്റെയിൽസ്. എന്താണ് സംഭവിച്ചേക്കുന്നത്? എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന അതേഴ്സിന്റെ അകത്താണ്. ദെൻ ഇനി നമ്മൾ കൊടുക്കേണ്ടത് ബിൽ വൈസ് ഡീറ്റെയിൽസ് ആണ്. എന്തിനെതിരായിട്ടാണ് ഇയാൾക്ക് ഈ ഡെബിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? എന്തിനെതിരായിട്ടാണ്? അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതിനെതിരായിട്ടാണ് അല്ലേ? ദേ നീതു എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് മെയിൽ നമ്മൾ പർച്ചേസ് ചെയ്തു 10,62,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്ത്. അതിന്റെ അകത്ത് നിലവിലത്തെ ബാലൻസിൽ നിന്ന് കുറവ് സംഭവിക്കണം. നമുക്ക് എത്രയാണ്? 2,12,400 രൂപ കുറവ് സംഭവിക്കണം. എന്നിട്ട് നരേഷൻ ഇങ്ങനെ മെൻഷൻ ചെയ്യുക, ഗുഡ്സ് ഇസ് റിട്ടേൺഡ് ടു പാർട്ടി. നോക്കിയേ, പേജ് എടുത്ത് നോക്കിയേ. നിലവിൽ നീതു എന്ന് പറയുന്ന പാർട്ടിക്ക് 10,62,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അയാൾക്ക് സെയിൽസ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പർച്ചേസ് റിട്ടേൺ നമ്മുടെ വൗച്ചറിന്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? കൊടുക്കാനുള്ള ബാലൻസ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വില കുറയും അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസിൽ നിന്ന് നിലവിൽ. ഇനി ഇൻപുട്ട് CGSTയിലും ഇൻപുട്ട് SGSTയിലും ഈ ഒരു എഫക്ട് ഉണ്ടാകും. നമുക്കത് നോക്കാം. ഏറ്റവും ആദ്യം ഇത് ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്? നീതു എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ഒരു സൺഡ്രേ ക്രെഡിറ്റർ ആയതുകൊണ്ട് ക്രെഡിറ്ററുടെ ബാലൻസ് എഫക്ട് ചെയ്യും. അത് ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ദെൻ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറഞ്ഞു വരും. പിന്നെ സ്റ്റോക്ക് ഐറ്റത്തിലും ഇതിന്റെ റിഫ്ലക്ഷൻസ് കാണും. അതായത് നമ്മുടെ നിലവിൽ 160 പീസായിരുന്നു ഉണ്ടായിരുന്നത്, 10 പീസ് തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? 150 പീസായിട്ട് അത് കുറയും. പിന്നെ ടാക്സ് എമൗണ്ടിലും അതുപോലെ തന്നെ കുറവും ഉണ്ടാകും. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു നോക്കാം. പർച്ചേസ് അക്കൗണ്ടിൽ 39 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു 1,80,000 രൂപയുടെ പ്രൊഡക്റ്റ്. അത് കുറച്ചിട്ടുള്ള റിമൈനിങ് ബാലൻസ് ആണ് നമുക്കവിടെ പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ചേക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ കാണാൻ സാധിക്കും നിലവിൽ ഇൻപുട്ട് CGST കുറവ് സംഭവിച്ചേക്കുന്ന എമൗണ്ട്. അത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കണം. ഇൻപുട്ട് CGSTയുടെ അകത്ത് എന്തൊക്കെ സംഭവിച്ചേക്കുന്നത്? കുറവ് സംഭവിച്ചേക്കുന്ന എമൗണ്ട് ഇതുണ്ടോ? ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് 81,000 മൊത്തം ഫസ്റ്റ് മെയിൽ നമ്മൾ ഇൻപുട്ട് CGST ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിരുന്നു. നോക്കിയേ, നീതു എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത് നീതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇൻപുട്ട് CGSTയുടെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ നമുക്ക് സംഭവിച്ചേക്കുന്നുണ്ടോ? അയാളുടെ കയ്യിൽ നിന്ന് 89,000 ഇത് ടാക്സ് അടച്ചേക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നീതു എന്ന് പറയുന്ന പാർട്ടിക്ക് ടാക്സ് മൊത്തം 81,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ദെൻ എന്താണ് നമ്മൾ പർച്ചേസ് വഴി ഗവൺമെന്റിൽ കിടക്കുന്ന ഏതൊരു ടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം കറണ്ട് അസറ്റ് ആണ്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് ഡെബിറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ അസറ്റ് ആണ്. നമ്മൾ പർച്ചേസ് വഴി അടച്ചു വെക്കുന്ന ഏതൊരു ടാക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റ് ആണ്. സെയിൽ വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന ഏതൊരു ടാക്സും നമ്മുടെ കറണ്ട് ലയബിലിറ്റിയും ആയിരിക്കും.
സോ നമ്മുടെ അസറ്റ് കൂടുന്നതായിട്ട് എവിടെ കാണിക്കുന്നത്? നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 81,000 രൂപ ടാക്സ് നമ്മൾ അടച്ചു വെച്ചായിരുന്നു. അതിൻ്റെ അകത്ത് എന്താണ്, പർച്ചേസ് റിട്ടേൺ കൊടുത്തപ്പോൾ റിട്ടേൺ ആയി പ്രൊഡക്റ്റിന്റെ ടാക്സ് എമൗണ്ട് അയാൾ തിരിച്ചു വന്നു 16,200. അത് കുറച്ചിട്ടുള്ള റിമൈനിങ് ബാലൻസ് ആണ് എന്ത് തൊട്ടടിയിൽ കാണിച്ചേക്കുന്നത് 69,300 എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ എന്താണ് ഇൻപുട്ട് CGST എന്ന് പറയുന്ന ലെഡ്ജറിലും ടാക്സിന്റെ ലെഡ്ജറിലും അത് എഫക്റ്റ് വന്നു. ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻപുട്ട് SGSTയിൽ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടാകും. 81,000 രൂപ മൊത്തം റിഫ്ലക്ഷൻ വന്നേക്കുന്നത്. പർച്ചേസ് വഴി എന്താണ് 81,000 രൂപ CGSTയും നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 81,000 രൂപ നീതു എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രൊഡക്റ്റിന്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് ആയിട്ട്. പക്ഷെ എന്താണ് പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഗുഡ്സിന്റെ വിലയോടൊപ്പം തന്നെ എന്താണ് ആ ഗുഡ്സിന്റെ ടാക്സ് എമൗണ്ടും അയാൾ തിരിച്ചു തന്നു. സോ എന്താണ് അടച്ച ടാക്സ് എമൗണ്ടിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടിയ ടാക്സ് എമൗണ്ട് കുറച്ചുള്ള റിമൈനിങ് ബാലൻസ്. ഓക്കെ, 2 റിഫ്ലക്ഷൻ ആയില്ല എല്ലാ ഡെർബിക്കിലും. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേണിൽ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ 160 പീസായിരുന്നു റെഡ്മി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 പീസ് കുറച്ചപ്പോൾ ബാക്കി എത്രയായി മാറി? റിമൈനിങ് ബാലൻസ് 150 പീസായി മാറി. ഇനി നമുക്ക് എന്താണ് ഓരോന്നും ഇൻഡിവിജ്വലി കാണണം. പർച്ചേസ് എത്ര, റിട്ടേൺ ഇൻബാർഡ് ഔട്ട്ബാർഡ് അങ്ങനെ കാണണമെങ്കിൽ F9 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ F11 ബട്ടൺ പ്രസ് ചെയ്യുക, F12 ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് നമുക്ക് എന്താണ് ഓപ്പൺ സ്റ്റോക്ക് എത്ര, ഇന്ന് കട തുറന്നപ്പോൾ ഓപ്പൺ സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു, ഇന്ന് എത്ര പർച്ചേസ് ചെയ്തു, ഇന്ന് എത്ര സെയിൽ ചെയ്തു, ഇന്നത്തെ ക്ലോസ് സ്റ്റോക്ക് എത്ര, ഇങ്ങനെ 4 കോളത്തിൽ ഒരു ഇൻഡിവിജ്വൽ സമ്മറി ആയിട്ട് കാണണമെങ്കിൽ F12 ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് എന്താക്കുക, ജസ്റ്റ് എസ് ആക്കുക. ദെൻ ഷോ ഗുഡ്സ് ഇൻവാർഡ്സ്, അതായത് പർച്ചേസ് വഴി നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നേക്കുന്ന എത്ര, ഷോ ഗുഡ്സ് ഔട്ട്വാർഡ്സ് സെയിൽ വഴി ഗുഡ്സ് പുറത്തേക്ക് പോയേക്കുന്ന എത്ര. ദെൻ ക്ലോസ് ബാലൻസ് എസ് ആക്കുക. കൺട്രോൾ A ഉപയോഗിച്ച് സേവ് ചെയ്യുക. നോക്കി നമുക്ക് ഇൻഡിവിജ്വലി കാണാൻ പറ്റും. 240 ഇത് പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. ഇന്നത്തെ ദിവസം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് 240 പീസ് നമ്മൾ പർച്ചേസ് ചെയ്തു, 90 പീസ് നമ്മൾ സെയിൽ വഴി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുന്ന കാര്യങ്ങൾ 2 രീതിയിൽ സംഭവിച്ചേക്കാം. ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മൾ കസ്റ്റമേഴ്സിന് വിറ്റത്, അതുകൂടാതെ തന്നെ എന്താണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്ത് അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ഫോർമാറ്റാണ് എന്ത് ഇവിടെ വരുന്നത്. ഈ റിട്ടേൺ ഔട്ട്വാർഡ്സ് ബിസിനസിന്റെ ഗോഡൌണിൽ നിന്ന് ഗുഡ്സ് എങ്ങനെയൊക്കെ പുറത്തേക്ക് പോയി, ഒന്നെങ്കിൽ സെയിൽ വഴി അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ സംഭവിച്ചേക്കുന്നത്. ആ രണ്ടെണ്ണത്തിന്റെ ടോട്ടൽ വൈകുന്നേരത്തെ ക്ലോസിംഗ് ബാലൻസ് എത്ര, ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സമ്മറി നമുക്ക് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിൽസ് റിട്ടേൺ. വാങ്ങി വെച്ചിരിക്കുന്ന സാധനം എങ്ങനെ നമുക്ക് നമ്മൾ സപ്ലയറെ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് എന്താണ് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റു, കസ്റ്റമറിന് വിറ്റിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ ആ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ടാലിയുടെ അകത്ത് സെയിൽസ് റിട്ടേൺ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് എവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ എന്താണ് അവന എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു 50 പീസ് റെഡ്മി നോട്ട് മൊബൈൽ ഫോൺ വിറ്റു, ഒരു 10 ലക്ഷം രൂപ കളക്ട് ചെയ്ത് തരുക. അതിനകത്ത് 8 ലക്ഷം രൂപ പ്രൊഡക്റ്റിന്റെ വിലയും 2 ലക്ഷം രൂപ ടാക്സ് എമൗണ്ട് എന്ന് തരുക. അതിൻ്റെ അകത്ത് എന്താണ് ഒരു 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് തിരിച്ചു വന്നുവെങ്കിൽ 5 ലക്ഷം രൂപ പ്രൊഡക്റ്റിന്റെ വില ആർക്ക് കൊടുക്കണം, അന്നയ്ക്ക് കൊടുക്കണം. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നു, അന്നയ്ക്ക് തിരിച്ചു കൊടുക്കണം. നേരെ പകുതി തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിനെ വിറ്റ പ്രൊഡക്റ്റിന്റെ ഒപ്പം തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് വിറ്റെങ്കിൽ പ്രൊഡക്റ്റിന്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് സെയിൽസ് റിട്ടേൺ വഴി നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ വിലയും ടാക്സ് എമൗണ്ട് നമ്മൾ ആർക്ക് തിരിച്ചു കൊടുക്കണം, കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ടാലിയുടെ അകത്ത് സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ അന്ന എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്, ഇന്നലെ നമ്മൾ വിറ്റതായിട്ട് പഠിച്ചിട്ടുണ്ട്. ദേ അന്ന എന്റർപ്രൈസസിന് ദേ റെഡ്മി നോട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വിറ്റായിരുന്നു, 50 പീസാ വിറ്റേക്കുന്നത് അല്ലേ. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പൊ ഇന്നലെ എന്താണ് ഇടയ്ക്ക് വിട്ടുപോയി. 50 പീസിന്റെ അകത്ത് ഒരു 20 പീസ് നമുക്ക് തിരിച്ചു വരുമെന്ന് കരുതുക. അപ്പോൾ പ്രൊഡക്റ്റിന്റെ വിലയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായ ടാക്സ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പാർട്ടിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് വരും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോർമാറ്റാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ F11 ബട്ടന്റെ അകത്ത് പോവുക, F2വിന്റെ അകത്ത് ഏറ്റവും ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന കാര്യം എന്താക്കുക, എസ് ആക്കുക. ദെൻ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ക്രെഡിറ്റ് നോട്ട് എന്നുള്ളതും എസ് ആക്കുക. കൺട്രോൾ A അടിച്ച് സേവ് ചെയ്യുക. സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാം. ഇനി അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡേ ബുക്കിൽ വെച്ചുകൊണ്ട് തന്നെ ജേണൽ ബുക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ പോകണേ, എസ്കേപ്പ് അടിച്ച് ഗേറ്റ് വെഫ് ടാലിയുടെ വിൻഡോയിൽ വന്നിട്ടല്ലേ ചെയ്യുന്നത്. എന്നാൽ ഡേ ബുക്കിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് Alt A ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Alt A ആണ്
ഡേബിക്കിൽ വെച്ചുകൊണ്ട് തന്നെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. അതിൻ്റെ അകത്ത് എന്താണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ Ctrl+F8 പ്രസ് ചെയ്യുക. ബിൽ നമ്പർ തൽക്കാലം INV/01/2020. ഏത് ഡേറ്റ് ആണെന്ന് നോക്കുക. ഫസ്റ്റ് മെയ് തന്നെ ഇരിക്കട്ടെ. പാർട്ടിയുടെ നെയിം അന്ന എന്റർപ്രൈസസ്. സെയിൽസ് റിട്ടേൺ ആണ് സംഭവിച്ചേക്കുന്നത്. സ്വന്തം സ്റ്റേറ്റിലെ കൺസ്യൂമർ ആയതുകൊണ്ട് എന്താണ് സെയിൽസ് ടാക്സിബിൾ. ഏത് പ്രൊഡക്റ്റ് ആണ്? റെഡ്മി നോട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ഏത് ഗോഡൌണിൽ നിന്നാണ്? എടപ്പള്ളി ഗോഡൌണിൽ നിന്നാണ്. എത്ര പീസ് പോകുന്നുണ്ട്? ഒരു 20 പീസ് പോകുന്നുണ്ട്. ദെൻ നമ്മൾ വാങ്ങി വെച്ചേക്കുന്ന ടാക്സ് ഏതായിരിക്കും? ഔട്ട്പുട്ട് SGST. അതുപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് CGST. ഇവിടെ അതിനുശേഷം പ്രൊവൈഡ് GST ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക? യെസ് ആക്കുക. സെയിൽസ് റിട്ടേൺ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇത് എവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യും? നമ്മുടെ അന്ന എന്റർപ്രൈസ് എന്ന് പറയുന്ന സൺഡ്രൈ ഡെപ്റ്റർ ആണ്. നമ്മുടെ കറണ്ട് അസറ്റിന്റെ ബാലൻസ് കുറയും. സൺഡ്രൈ ഡെപ്റ്ററിന്റെ ബാലൻസ് കുറയും. സെയിൽസിന്റെ അകത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ചുള്ള ബാലൻസ് കാണാൻ പറ്റുകയുള്ളൂ. സ്റ്റോക്ക് ഐറ്റത്തിൽ എന്താണ് കൂടുതൽ ഉണ്ടാകും. കാരണം എന്താണ് 150 പീസ് ഇപ്പം നിലവിലുള്ളൂ. കസ്റ്റമേഴ്സിന് വിറ്റ പ്രോഡക്റ്റ് തിരിച്ചു വരുമ്പോൾ എന്താണ് നിലവിൽ സ്റ്റോക്ക് ബാലൻസ് കൂടും. ടാക്സ് എമൗണ്ടിലും അതിൻ്റെതായ കുറവ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST നമ്മൾ സെയിൽ വഴി കളക്ട് ചെയ്യുന്ന ഏതൊരു ടാക്സ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആണ്. പർച്ചേസ് വഴി നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദെൻ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് എന്താണ്? ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അന്ന എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ ഗുഡ്സ് വിറ്റായിരുന്നു. സോ ആ ഗുഡ്സ് തിരിച്ചു വന്നതിനെതിരായിട്ടാണ് നമ്മൾ ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അയാളുടെ എഗനസ്റ്റ് ഓഫ് കൊടുത്തിട്ട് മെത്തേഡ് ഓഫ് ബിൽ അഡ്ജസ്റ്റ്മെന്റ് എഗനസ്റ്റ് ഓഫ് കൊടുത്തിട്ട് പാർട്ടിയുടെ ബില്ല് കൊടുക്കുക. അപ്പൊ നിലവിൽ അയാൾക്ക് എത്ര കൊടുക്കാനുണ്ടോ അതിൽ നിന്ന് ആ ബാലൻസ് കുറഞ്ഞു വരും. ഇപ്പൊ 28 ലക്ഷം രൂപയിൽ കൊടുക്കാനുള്ളേ നരേഷൻ കൊടുക്കുക. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ. ഇനി നോക്കിയേ, അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസിൽ കുറവ് സംഭവിച്ചേക്കുന്നുണ്ടോ? 28 ലക്ഷം രൂപയായിരുന്നു. നമുക്ക് അയാൾക്ക് വിറ്റേക്കുന്ന സെയിൽസ് ലെഡ്ജർ എടുത്ത് നോക്കാം. അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് നമുക്ക് എന്താണ് നമ്മുടെ സൺഡ്രൈ ഡെപ്റ്റർ എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ടാകും. അന്ന എന്റർപ്രൈസസ് സെയിൽസ് റിട്ടേൺ Alt F പ്രസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ന് വരെയുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് 31/3. അതിൻ്റെ അകത്ത് എന്താണ് അയാൾക്ക് വിറ്റേക്കുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ് രണ്ട് രീതിയിൽ 2 പ്രാവശ്യം ഇന്നലെയും നമ്മൾ ക്രെഡിറ്റ് നോട്ട് റെക്കോർഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇന്ന് സെയിൽസ് നടന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറവ് സംഭവിച്ചേക്കുന്ന ബാലൻസ്. അപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് അല്ലെങ്കിൽ അയാൾക്ക് കസ്റ്റമേഴ്സിന് വിറ്റ പൈസ, കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് വിറ്റു, കസ്റ്റമേഴ്സ് തരാനുള്ള പൈസയിൽ നിന്ന് കസ്റ്റമേഴ്സ് തിരിച്ചു തന്നിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില കുറയും. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ആരുടെ നമുക്ക് തരാനുള്ളൂ? കസ്റ്റമേഴ്സ് നമുക്ക് തരാനുള്ളൂ. ഇപ്പം അന്ന എന്റർപ്രൈസ് എന്ന് പറയുന്ന പാർട്ടി നമുക്ക് 30 ലക്ഷം രൂപ തരാനുണ്ടായിരുന്നു. സെയിൽസ് റിട്ടേൺ വഴി 6,00,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു വന്നു. ബാക്കി റിമൈനിങ് ബാലൻസ് ആ 23,80,000 രൂപയുടെ പ്രൊഡക്റ്റ് അയാൾക്ക് നമ്മൾ വിറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ 23,80,000 രൂപ അയാൾ നമുക്ക് തരാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ ബാലൻസിനെ അത് എഫക്ട് ചെയ്തു. ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലും ഇത് സെയിം രീതിയിൽ എന്താണ് കുറവ് സംഭവിക്കും. ഔട്ട്പുട്ട് SGST എടുത്ത് നോക്കുക. അന്ന എന്റർപ്രൈസസിന് എന്താണ് നമ്മൾ സെയിൽ വഴി ഇതിന്റെ ഇൻകം സൈഡ് നമ്മുടെ ലയബിലിറ്റി കൂടുമ്പോൾ കാണിക്കുന്നത് എന്താണ്? ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുന്നത്. കാരണം ലയബിലിറ്റി കൂടുകയാണല്ലോ. ഇനി ലയബിലിറ്റി കുറയുന്നത് എന്താണ്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അന്ന എന്റർപ്രൈസസ് മൊത്തം എന്താണ് ഇത്രയും രൂപയുടെ ടാക്സ് 1,15,500 രൂപയുടെ SGST ടാക്സസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് സെയിൽസ് റിട്ടേൺ വഴി 32,400 രൂപയുടെ ടാക്സ് എമൗണ്ട് അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്
സെയിൽസ് റിട്ടേൺ സംഭവിച്ചേക്കുന്നത്. മൊത്തം ഇത്രയും രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റു, സെയിൽസ് റിട്ടേൺ സംഭവിച്ചേക്കുന്നത് കുറച്ചിട്ട് ബാക്കിയുള്ള റിബേറ്റ് ബാലൻസ് ആണ് നമ്മുടെ സെയിൽസ് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, ഇതാണ് സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമ്മൾ പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടാക്സ് എമൗണ്ട് എങ്ങനെയായിരിക്കും കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ ഗവൺമെന്റിന്റെ കൈകളിലേക്കാണ് കൊടുക്കുന്നത്. സോ നമ്മുടെ ഇമ്പോർട്ടർ, അതായത് നമുക്ക് ഇമ്പോർട്ടർക്ക് ഒന്നെങ്കിൽ GST രജിസ്ട്രേഷൻ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ എന്താണ് ഒരു ബിസിനസ് ഇടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രോഡക്റ്റ് വാങ്ങുന്നത് വിദേശത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്നാണെങ്കിൽ അയാൾക്ക് ഇന്ത്യയിലേക്ക് പ്രോഡക്റ്റ് എന്താണ് സപ്ലൈ ചെയ്യണമെങ്കിൽ അയാൾക്ക് കമ്പൽസറി ആയിട്ട് എന്തുണ്ടാകും, ഒരു GST രജിസ്ട്രേഷൻ ഉണ്ടാകും. അയാളുടെ ഒന്നെങ്കിൽ അയാളുടെ ഏജന്റോ അല്ലെങ്കിൽ എന്താണ് അയാളുടെ ബിസിനസ് സ്ഥാപനം എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിൽ എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ആ ഇമ്പോർട്ടർ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്. ഓക്കെ, ഇപ്പോൾ ഇടപ്പള്ളിയിൽ ബിസിനസ്സുകാരൻ കടയുള്ള ഞാൻ എന്താണ് ചിലപ്പോൾ ഹൈക്കോർട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാലാരിവട്ടത്ത് ഇമ്പോർട്ടിംഗ് ബിസിനസ്സസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി. ഓക്കെ, അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നതായിരിക്കും IGST ആയിരിക്കും. അത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യുന്നത് പഠിക്കാം. അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അഞ്ചു ഇമ്പോർട്ടർ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൻ്റെ അകത്ത് വരിക, പർച്ചേസ് വൗച്ചറിൻ്റെ അകത്ത് വരിക, ബിൽ നമ്പർ തൽക്കാലം കൊടുക്കുക, പോസ്റ്റ് ഡേറ്റ് മെയ് മാസം തന്നെ, ആൾട്ട് F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ കറക്റ്റ് ആക്കുക, F2 പ്രസ് ചെയ്ത് എന്താണ് നമ്മുടെ വൗച്ചർ ഡേറ്റും കൊടുക്കുക, പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യുക, അന്ന ഇമ്പോർട്ടർ, ഇയാൾ ആരായിരിക്കും, സൺഡ്രി, ക്രെഡിറ്റർ, മെയിൻ്റെയിൻ ബിൽ ഫെസിലിറ്റീസ് എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക, സ്റ്റേറ്റ് നമ്മുടെ കേരള തന്നെ തൽക്കാലം കൊടുക്കുക, ദെൻ പാർട്ടിയുടെ GST നമ്പർ, പാൻ കാർഡ് ടെമ്പറായിട്ട് കയ്യിൽ നിന്ന് ഇടുക, ഇനി അയാൾ റെഗുലർ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്. സോറി, ദെൻ സെറ്റ് ഔട്ട് GST ഡ്യൂസ് എന്ന് യെസ് ആക്കുക. പിന്നെന്താണ് രജിസ്ട്രേഷൻ ഡെബിറ്റ് റെഗുലർ ആണ്, കൺസൾട്ട് പാർട്ടി ടേബിൾ ടു ആൻ എക്സ്പോർട്ടർ ഫോർ പർച്ചേസ് അതില്ല, ദെൻ ട്രാൻസ്പോർട്ടർ ഒന്നും വേണ്ട, പർച്ചേസ് കൊടുക്കുക. ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇമ്പോർട്ട് ടാക്സിബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇമ്പോർട്ട് ടാക്സിബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക, പർച്ചേസ് കൊടുത്തു. ദെൻ നമ്മൾ നമ്മളെന്താണ് പർച്ചേസ് ചെയ്യുന്ന എന്താണ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യലേന്ന്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇമ്പോർട്ട് ടാക്സിബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക, നേച്ചർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ദെൻ ഏത് പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, റെഡ്മി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ഏത് ഗോഡൗണിലേക്ക് വരുന്നത്, എടപ്പള്ളി ഗോഡൗണിലേക്ക് വരുന്നു. എത്ര പീസാണ്, ഒരു 50 പീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. റേറ്റ് 15,000 വെച്ചുകൊണ്ട് 7,50,000 സാധനം. ഇനി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇൻപുട്ട് IGST ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. ക്ലിയർ? കാരണം അന്ന ഇമ്പോർട്ടർ എന്ന് പറയുന്നത് എന്താണ്, കേരളത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. സാധാരണ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആൾ, അല്ലേ? നമ്മളന്നേരം അയാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏതാണ്, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST കൊടുക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടർ ആയതുകൊണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആയതുകൊണ്ട്, പുറത്ത് രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആയതുകൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, IGST ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? കേരളത്തിൽ ഇതാണ് ഇമ്പോർട്ടിങ്ങിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇമ്പോർട്ടിംഗ് ബില്ല് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത്, ടാലി വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. RTP ഉപയോഗിച്ചുകൊണ്ട് ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടിംഗ് ബില്ല് കാണാൻ പറ്റും. അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സപ്ലയർ നമുക്ക് തരുന്നത് നമ്മൾ അന്ന ഇമ്പോർട്ടർ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ തന്നെ പാർട്ടിയാണ്, കേരളത്തിൽ രജിസ്റ്റർ ബിസിനസ്, അയാളുടെ ഇമ്പോർട്ടിംഗ് ബിസിനസ് കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ്, രാജ്യത്ത് നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഇത്രയാണ്. നമ്മൾ അതിന് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻപുട്ട് IGST ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ടാലിയുടെ അകത്ത് ഉള്ളത്, GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി നമ്മൾ അടുത്ത കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു
നമ്മൾ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ, നമ്മൾ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ നമ്മൾ എന്താണ്, ഗവൺമെന്റിലേക്ക് എല്ലാ മാസവും 3 റിട്ടേൺ വെച്ച് ഫയൽ ചെയ്യണം. ഒന്ന്, നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ കൊടുത്തേക്കുന്ന ടാക്സ്, അയാൾ മുഖേന ഗവൺമെന്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് അഥവാ GSTR-2 ആ റിപ്പോർട്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സെയിൽ വഴി കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിട്ടിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് അഥവാ GSTR-1 അഥവാ സെയിൽസ് ടാക്സ് റിപ്പോർട്ട് അഥവാ ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട്. ഇനി ഇത് രണ്ടിന്റെയും, അതായത് ഒറ്റ വൺ ടൈം പർച്ചേസ് ടാക്സ് റിപ്പോർട്ടും അതായത് GSTR-2ഉം GSTR-1ന്റെയും സമ്മറി കാണിക്കുന്ന GSTR-3B എന്ന് പറയുന്ന സമ്മറി റിപ്പോർട്ട്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് എങ്ങനെ GSTയുടെ അകത്ത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടാലിയുടെ അകത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേറ്റ് ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയുടെ അകത്ത് പോവുക, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിന്റെ അകത്ത് പോവുക, അതിൻ്റെ അകത്ത് GST. ഓക്കെ, GST-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ടാക്സ് റിപ്പോർട്ട്. അത് വന്നിട്ട് Alt+F2 പ്രസ് ചെയ്തിട്ട് GST ഏത് റിപ്പോർട്ട് എടുത്താലും എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് റിപ്പോർട്ടും എങ്ങനെ എടുക്കുന്നത്, നമ്മുടെ ഡിസ്പ്ലേയുടെ ഗേറ്റ് ഓഫ് ടാലിയുടെ വിൻഡോയിൽ ഡിസ്പ്ലേയുടെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് GST-1 Alt+F2 പ്രസ് ചെയ്യുക, ഫിനാൻഷ്യർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഫിനാൻഷ്യർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GSTR റിപ്പോർട്ട്സിൽ വരുമ്പോൾ കൊടുക്കേണ്ടത്. കാരണം എന്താണ്, നമ്മൾ മാസാമാസമാണ് എന്ത് ഫയൽ ചെയ്യുന്നത്, GSTR റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത്. സോ ഏത് മാസത്തെ ഡേറ്റ് ആണ് വേണ്ടത്, അപ്പോൾ ഇപ്പോൾ ജൂൺ മാസത്തെ ഡേറ്റ് ആണ് വേണ്ടെങ്കിൽ Alt+F2 പ്രസ് ചെയ്ത് ജൂൺ മാസം 1/6/2020 31/6/2020. പക്ഷെ 31 വർക്കാവില്ല ഇതിന്റെ അകത്ത് എഡ്യൂക്കേഷൻ മിഷൻ ആയതുകൊണ്ട് 1/7 കൊടുക്കാം നമുക്ക്. അപ്പോൾ ഏത് മാസത്തെ GST ടാക്സ് റിപ്പോർട്ടാണോ നമുക്ക് വേണ്ടത് അത് എടുക്കുക. ഇവിടെയാണ് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഇവിടെ ഇൻക്ലൂഡ് റിട്ടേൺ, അതായത് നമ്മൾ ഏതെങ്കിലും റിട്ടേൺ ഇനി നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യുന്നതോന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻക്ലൂഡ് HSN സാക്സ് സമ്മറി, അതായത് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഓരോരോ ടാക്സ് റേറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മൾ പുതുതായിട്ട് നമ്മൾ ഏതൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന HSN സാക്കോഡിന്റെ ഒക്കെ സമ്മറീസ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് വൗച്ചറോ അല്ലെങ്കിൽ സെയിൽസ് വൗച്ചറോ ഒക്കെ, പർച്ചേസ് വൗച്ചർ ഇതെന്താണ് GST-1 അല്ലേ, സെയിൽസ് വൗച്ചറിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്താണ് തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലമാണ് ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച്മെന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും എന്ത്, നമ്മുടെ GSTR ഇത് യഥാർത്ഥത്തിലുള്ള ഒരു GST നമ്പർ അല്ല, ഞാൻ ചുമ്മാ ടെമ്പററി ആയിട്ട് ഇട്ടുന്നുള്ളൂ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ GST നമ്പർ എന്ന് പറയുന്നത് വാലിഡേറ്റ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എടുക്കുന്നത് എങ്ങനെയാണ്, GST റിപ്പോർട്ടിന്റെ അകത്ത് ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച്മെന്റ് ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് താഴേക്കൊന്നും ഇമൗണ്ട് വരാത്തത്. താഴത്തെ എന്നാന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അത് ഓപ്പൺ ചെയ്യുക. തൽക്കാലം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ മിസ്മാച്ച്മെന്റ് ഒന്ന് തിരുത്തി ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്കിവിടെ എമൗണ്ട് വന്നു. ഇനി ഇവിടെ എന്താണെന്ന് പറഞ്ഞുതരാം ഓരോരോ കാര്യങ്ങൾ. B2B ഇൻവോയ്സ്, അതായത് ബിസിനസ് ടു ബിസിനസ് പർച്ചേസ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയത് കേരളത്തിൽ തന്നെ GST രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് എത്ര രൂപയുടെ ഗുഡ്സ് ആൻഡ് വിറ്റു, എത്ര രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു, ടാക്സും ഗുഡ്സിന്റെ വിലയും സഹിതം എത്ര എത്ര രൂപ ബിൽ എമൗണ്ട് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ GST രജിസ്ട്രേഷൻ ഇട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ സപ്ലയർക്ക് എന്തുണ്ട് GST രജിസ്ട്രേഷൻ ഉണ്ട്. അയാളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് ടു ബിസിനസ് സെയിലാണ് സംഭവിച്ചേക്കുന്നതെങ്കിൽ അതാണ് ഇവിടെ കൊടുക്കുന്നത് B2B. അപ്പോൾ ഇതിന്റെ അകത്ത് ഏത് വൗച്ചറിലാണ് നമ്മളിത് പോസ്റ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ ടാലി വൗച്ചർ 1ലാണ്, ടാലിയുടെ അകത്ത് സെയിൽസ് വൗച്ചർ 1ാമത്തിലാണോ 2ാമത്തിലാണോ 3ാമത്തിലാണോ. നമ്മൾ ഓരോ ദിവസം വൗച്ചർ ഒന്നിലധികം സെയിൽ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് 10ാമത്തെ സെയിൽസ് വൗച്ചറിലാണ് പാർട്ടിക്ക് കൊടുത്തേക്കുണ്ടെങ്കിൽ 10ാമത്തെ സെയിൽസ് വൗച്ചർ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അപ്പോൾ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആ ബിസിനസ്സുകാരന് വിറ്റിട്ടുണ്ട്, എത്ര ടാക്സ് അയാളുടെ മൊത്തം നമ്മുടെ ആ ഒരു ദിവസത്തെ ആയിട്ടോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൊത്തം മാസത്തെ ആയിട്ടും കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ആ ഒരു ഒറ്റ മാസം നമ്മൾ സെയിൽ വഴി എത്ര രൂപയുടെ ഗുഡ്സ് വിറ്റിട്ടുണ്ട്, എത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ടാക്സും ഗുഡ്സിന്റെ വില അടക്കം എത്ര, അതാണ് B2B എന്ന് പറയുന്നത്. ഇനി B2C ലാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GST രജിസ്ട്രിക്കുന്ന ബിസിനസ്സുകാരനാണ്, ഞാൻ പ്രൊഡക്റ്റ് ആർക്ക് വിറ്റു, കസ്റ്റമേഴ്സിന് വിറ്റു, അയാൾക്ക് GST രജിസ്ട്രേഷൻ ഇല്ല, അയാൾക്ക് വിറ്റിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 2,50,000 രൂപ മുകളിലാണ് എങ്കിൽ, ഓക്കെ, നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് അതിന്റെ വില 2,50,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്,
അവരെന്താണ് GST രജിസ്ട്രേഷൻ ഇല്ലാത്തവരാണ് എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു, എത്ര ടാക്സ് കളക്ട് ചെയ്തു, ടോട്ടൽ എമൗണ്ട് എത്ര. അതാണ് B2B, B2C ലാർജ് എന്ന് പറയുന്നത്. B2C സ്മാൾ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഈ 2 ലക്ഷത്തിന്, ഇപ്പം ഞാൻ ബിസിനസ്സുകാരനാണ്, എൻ്റെ കടയിൽ നിന്നാണ് 2,50,000 താഴെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അവരുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. B2C സ്മാളിൽ കാണിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ B2C സ്മാളിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ പ്രൊഡക്റ്റ് വില കുറഞ്ഞ 2,50,000 താഴെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സും അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് വിറ്റിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില, അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എത്ര, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ രജിസ്റ്റേർഡ്, ഞാൻ പറഞ്ഞല്ലോ B2Bയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് വിറ്റു, GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമറിന് ഞാൻ പ്രൊഡക്റ്റ് വിറ്റു, പക്ഷെ എന്താണ് സെയിൽസ് റിട്ടേൺ സംഭവിച്ചു എങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് റിട്ടേൺ സംഭവിച്ചിട്ടുണ്ട് പാർട്ടി, എത്ര രൂപയുടെ സെയിൽസ് റിട്ടേൺ സംഭവിച്ചിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില എത്ര, ടാക്സ് എമൗണ്ട് എത്ര, പ്രൊഡക്റ്റിന്റെ വിലയും ടാക്സ് എമൗണ്ടും കൂട്ടി എത്ര രൂപ ടാക്സ് മൊത്തം ഇൻവോയ്സ് വാല്യൂ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ബിസിനസ്, ഞാനും GST രജിസ്റ്റർ പാർട്ടിയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്ന കസ്റ്റമറും GST രജിസ്റ്റർ ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ വിറ്റിരിക്കുന്ന പ്രോഡക്റ്റ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും GST രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടി. അപ്പോൾ GST രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടി പ്രൊഡക്റ്റ് തിരിച്ചു വരുന്ന നമ്മൾ സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന ക്രെഡിറ്റ് നോട്ട് വോച്ചറിൻ്റെയുള്ളായിരിക്കും. അപ്പോൾ അത് രജിസ്റ്റേർഡ് പാർട്ടിയാണ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് കസ്റ്റമറാണ് സെയിൽസ് റിട്ടേൺ നമുക്ക് തരുന്നതെങ്കിൽ അയാൾ എത്ര രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് തന്നു, ടാക്സ് എത്ര കളക്ട് ചെയ്തു, പ്രോഡക്റ്റിന്റെ വരെയും ടാക്സ് എമൗണ്ടോടെ കൂട്ടിയുള്ള കാര്യങ്ങൾ. ഇനി ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ GST രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും പാർട്ടിക്ക് നമ്മൾ GST രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് വിറ്റു, അവർ നമുക്ക് പ്രോഡക്റ്റ് തിരിച്ചു തന്നെങ്കിൽ എത്ര രൂപ വിലയുള്ള പ്രോഡക്റ്റ് ആണ് തിരിച്ചു തന്നേക്കുന്നത്, എത്ര രൂപ ടാക്സ് എമൗണ്ട് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും, ടോട്ടൽ പ്രൊഡക്റ്റിന്റെ വരെയും ടാക്സ് എമൗണ്ടും അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി എക്സ്പോർട്ട്, നമ്മുടെ ബിസിനസ് ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പോർട്ട് സെയിൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ എക്സ്പോർട്ട്, എത്ര രൂപ വിലയുള്ള ഗുഡ്സ് പുറത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്, ടോട്ടൽ എത്ര രൂപ ടാക്സ് എമൗണ്ട് ഉണ്ട്. എക്സ്പോർട്ടിന് എന്താണ് 0 റേറ്റ് ആണ് ടാക്സ്. ഇനി ടാക്സ് ലയബിലിറ്റി, അതായത് അഡ്വാൻസ് ആയിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഒരു കസ്റ്റമർ എനിക്ക് എന്താണ് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ തന്നു, ഓക്കെ. അതിൻ്റെ ഉള്ളിൽ എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ എന്താണ് മുൻകൂട്ടി പൈസ കൊടുക്കില്ലേ, ആ രീതിയിൽ. ഇപ്പം ഞാൻ ഒരു കട ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്, ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്താണ് ചേട്ടാ എനിക്ക് അടുത്ത മാസത്തേക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം, അതിന് അഡ്വാൻസ് ഉള്ള പൈസ ഇതാന്ന് പറഞ്ഞു, ഓക്കെ. അവൻ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന പൈസയിൽ ഗുഡ്സിന്റെ വിലയും കാണും, ടാക്സ് എമൗണ്ടും കാണും, ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്ന കാര്യം. പിന്നെ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് അഡ്വാൻസ്, അതായത് അവൻ ഈ മാസം എന്താണ് കുറച്ച് പൈസ തന്നു, പക്ഷെ ഞാൻ അവന് ഗുഡ്സ് വിൽക്കുമ്പോൾ അവൻ മൊത്തമായിട്ട് പൈസ തരില്ലേ, പിറ്റത്തെ മാസം പകുതി ടാക്സ് എമൗണ്ടും പകുതി ഗുഡ്സിന്റെ വിലയും അഡ്വാൻസ് ആയിട്ട് എനിക്ക് കിട്ടുള്ളൂ. പിന്നീട് വരുന്ന മാസം എന്താണ് ഗുഡ്സ് ഞാൻ അവന് സെയിൽ ചെയ്യുമ്പോൾ ബാക്കി റിമൈനിങ് ഗുഡ്സിന്റെ വിലയും അതുപോലെ തന്നെ എന്താണ് ടാക്സ് എമൗണ്ട് അവൻ എനിക്ക് തരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ടാക്സ് കളക്ട് ചെയ്തതും അഡ്വാൻസ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്തതും പിറ്റത്തെ മാസം ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തതും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സ്ഥലമാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. നിൽ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 റേറ്റഡ് സപ്ലൈ, അതായത് ടാക്സിന്റെ പരിധിയിൽ നിന്ന്, അതായത് നമ്മൾ സ്പെസിഫിക് എക്കണോമിക് സോണിലേക്കൊക്കെയാണ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നതെങ്കിൽ എന്താണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ല. അപ്പോൾ ആ രീതിയിലുള്ള സപ്ലൈ ഒക്കെ നടന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയുമാണ് പൊതുവെ ഉള്ളത്. ഇതേ സെയിം രീതിയിൽ തന്നെ എന്താണ് പർച്ചേസ് റിട്ടേൺ, അത് എടുക്കുന്നത് എങ്ങനെയാണ് ഡിസ്പ്ലേയുടെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിന്റെ അകത്ത് GSTയുടെ അകത്ത് GSTR 2 ഇവിടെ വന്നാലെത്താണ് മിസ്മാച്ച്മെന്റ് ആൾട്ട് F2 പ്രസ് ചെയ്ത് ഏത് മാസത്തെ നിങ്ങൾക്ക് കണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കുക. സെയിം രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് സപ്ലയർ, നമ്മൾ GST രജിസ്റ്റർ പാർട്ടിയാണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് GST രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അയാൾക്ക് നമ്മൾ പർച്ചേസ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് പർച്ചേസ്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ എന്താണ് അയാളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന സ്ഥലം. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ കാര്യങ്ങൾ, പുറം രാജ്യത്ത് നിന്ന് സർവീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതുവഴി എന്താണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു വെക്കുന്ന കാര്യങ്ങൾ. നമ്മളോട് ഇമ്പോർട്ട് കൊടുത്തില്ലായിരുന്നോ 7,50,000 രൂപയ്ക്ക് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് അന്ന എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു അന്ന ഇമ്പോർട്ടറുടെ കയ്യിൽ നമ്മൾ ഗുഡ്സ് എന്താ ഇമ്പോർട്ട് ചെയ്തില്ലായിരുന്നോ, ആ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പുറം രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഏതെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമ്മൾ എത്ര രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ടാക്സ് എമൗണ്ട് എത്ര രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എത്ര ITC ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് എത്ര മുൻകൂട്ടി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ. ഈ നിൽ റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത്, അതായത് നമ്മൾ കോമ്പോസിഷൻ ഡീലറുടെ എന്നൊക്കെ പർച്ചേസ് ആണ്
നോർമലി എന്താണ് ഇത് കാണിക്കുന്നത് മീനു എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു കോമ്പോസിഷൻ ഡീലറൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. അത് ഏത് ടാക്സ് റേറ്റിലാണ് വരുന്നത്? നമ്മുടെ നീൽ റേറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ GST 3B എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മറി റിപ്പോർട്ടാണ്. ഇവിടെ വന്നാലും ഇത് അതായത് നമ്മുടെ മൊത്തത്തിൽ കാണും ദേ ഔട്ട്വാർഡ് സപ്ലൈ ഓർ ഇൻവാർഡ് സപ്ലൈ, അതായത് നമ്മൾ സെയിലും പർച്ചേസും വഴി ടോട്ടൽ എത്ര ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിൽ വന്നു പോയിട്ടുണ്ട്, പർച്ചേസ് വഴിയും സെയിൽ വഴി. ഇപ്പോൾ 10 രൂപയുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് 10 രൂപയുടെ ഗുഡ്സ് നമ്മൾ ബിസിനസ്സിൽ വിറ്റു. മൊത്തം ടോട്ടൽ എത്ര ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ നടന്നു? 20 രൂപയുടെ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടന്നു. ആ കാര്യം അതുവഴി നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് ഉണ്ട്. പർച്ചേസ് വഴി 2 രൂപ ടാക്സ് അടച്ചു വെച്ചു, സെയിൽ വഴി 2 രൂപ ടാക്സ് കളക്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ 4 രൂപ ടാക്സ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലം. ഇനി എലിജിബിൾ ഫോർ ITC, അതായത് ഗവൺമെന്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് കെട്ടി എടുക്കാൻ പറ്റും. ആ കാര്യങ്ങൾ കാണിക്കുന്ന സ്ഥലം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നിങ്ങൾ ഓരോ ഡീലിങ്സ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് അതുമായി ഏകദേശം ഒരു രൂപരേഖ ഇതാണ്. അപ്പോൾ അത് ഓരോരോ ട്രാൻസാക്ഷൻ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ എന്താണ് ഈ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ നടക്കണമെന്നുള്ളൂ. ചിലപ്പോൾ ഇമ്പോർട്ട് ഒരു ബിസിനസ് നമ്മുടെ എടപ്പള്ളിയിലുള്ള ചെറിയ ബിസിനസ്സുകാരനാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ലോക്കൽ സെയിലും ലോക്കൽ പർച്ചേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടറുടെ എക്സ്പോർട്ടറുടെ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഏകദേശം ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു GST റിപ്പോർട്ട്സിനെ പറ്റി നിങ്ങൾക്ക് പരിചയമായി എന്ന് കരുതുന്നു. ഇത്രയുമാണ് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏകദേശം ടോപ്പിക്കുകൾ. ക്ലിയർ ആയി മനസ്സിലായി? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, തൽക്കാലം നമ്മുടെ GST എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം നമ്മൾ വൈൻഡപ്പ് ആയിട്ടുണ്ട്. നാളെ നമുക്ക് പേറോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാലി പോർഷൻ ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല.